ആത്മഹത്യയ്ക്ക് ശ്രമിക്കുമ്പോൾ ആരെങ്കിലും എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. പാൽക്കാരിയും പോസ്റ്റ്മാനും മുറി വൃത്തിയാക്കാൻ വിയർത്തു വരുന്നവളും മാഞ്ഞുപോകുന്ന കള്ളനും വൈദ്യുതിയും വൈകി എത്താത്ത തീവണ്ടിയും തുടങ്ങി സന്നദ്ധനായ റൂം ബോയും വേഗത്തിൻ്റെ ഭാവി വിദഗ്ധമായി നോക്കിക്കാണുന്ന ട്രാഫിക് പോലീസുകാരും അവരുടെ ചിഹ്നങ്ങളും വരെ. ചിലർ ആത്മഹത്യ ചെയ്തെന്ന് പത്രങ്ങളിൽ വായിക്കുമ്പോൾ കൊതികൊണ്ട് കോരിത്തരിച്ചു പോകും. ഒരു കർഷകൻ, ഒരു സ്കൂൾ കുട്ടി, ഒരു കുടുംബം, ഒരു രാഷ്ട്രം. ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഭാഗ്യശാലികളെല്ലാം ആത്മഹത്യ ചെയ്യുന്നു. ഒരു 18കാരിക്ക് 18 തവണ ആത്മഹത്യ ചെയ്യാൻ സാധിക്കുന്നു. മഹായോഗികൾ സ്വേച്ഛയാൽ മരിക്കുന്നു. ഞാൻ മാത്രം ആത്മഹത്യ ചെയ്യുമ്പോൾ ആരെങ്കിലും അത് മുടക്കിക്കൊണ്ടിരിക്കും. ആത്മഹത്യകളുടെ വിവിധ കാരണങ്ങളെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി ഇന്നലെ ടിവിയിൽ കണ്ടു. കടലിൻ്റെ അഗാധഗർത്തങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന മണിമാളികകളെക്കുറിച്ചും ഉത്തുംഗങ്ങളിൽ നിന്ന് മേഘങ്ങളിലേക്ക് അടിവച്ചടിവച്ച് നടന്നു മറയുന്ന ഹിമമനുഷ്യനെക്കുറിച്ചും ദൃശ്യ റിപ്പോർട്ടുകൾ വരാറുള്ളതുപോലെ മനസ്സിൻ്റെ സൂക്ഷ്മചലനങ്ങളും ഉപഗ്രഹങ്ങൾ കിതച്ചും മണത്തും കണ്ടെത്താറുണ്ടോ? കോടിക്കണക്കിനു രഹസ്യങ്ങൾ തരംഗങ്ങളായി തലങ്ങും വിലങ്ങും മാഞ്ഞു പോകുമ്പോൾ, അവയെ നക്കിയെടുക്കാൻ കോടാനുകോടി യന്ത്രങ്ങൾ മറഞ്ഞിരിക്കുമ്പോൾ, എൻ്റെ പൂർവീകരുടെ ഗതികിട്ടാത്ത പ്രേതങ്ങൾക്ക് ഒരിടവുമുണ്ടാകില്ലേ ഒളിക്കാൻ? എൻ്റെ ആത്മഹത്യാമോഹം ഇനി മുതൽ ഒരു രഹസ്യമല്ല. എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. രഹസ്യങ്ങളൊന്നുമില്ലാതെ ഞാൻ സുതാര്യനാകുന്നു. എല്ലാം ചില്ലുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് സംശയിക്കുന്നു. സ്വയം മൂടുന്ന തൊപ്പിക്കുടകൾ, മഴയും പാടവും പുഴയും കുന്നും കടന്ന് പട്ടണങ്ങളിൽ പോയലിഞ്ഞ ഇന്ന്, പണ്ടൊരു കഥയിൽ ഒരാൾക്ക് രൂപാന്തരം സംഭവിച്ചതുപോലെ നാളെ മുതൽ ഞാനൊരു കറുത്ത പുറംതോടുള്ള കടലാമയായിരുന്നെങ്കിൽ